ഹായ്, നമ്മൾ കെമിക്കൽ കൈനറ്റിക്സിലെ ആദ്യ പാർട്ട് വീഡിയോയിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു. ഈ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ പാർട്ടായിട്ടാണ് വരുന്നത്. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. ടി ഹാഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 50 സെക്കൻഡ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 93.75 ആണ്. ഡയറക്റ്റ് റിലേഷൻ അറിയുന്നവർക്ക് ഡയറക്റ്റ് ചെയ്യാം. ഇനി അത് അറിയില്ല എങ്കിൽ നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ വെച്ചും ആ റിലേഷൻ കണ്ടുപിടിക്കാനൊക്കെ പറ്റും. 100 50 ആകുന്നു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ, അതിനാണ് ടി ഹാഫ് എന്ന് പറയുക. 50 അതിന്റെ പകുതി 25 ആവണു, അതും ടി ഹാഫ് തന്നെ ആയിരിക്കും. കാരണം ടി ഹാഫ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. 25 അതിന്റെ പകുതി ആവുന്നു 12.5, അതും ടി ഹാഫ്. 12.5 വീണ്ടും അതിന്റെ പകുതി 6.25 ആവുന്നു, അതും ടി ഹാഫ്. ഇങ്ങനെ പകുതി പകുതി ആയിട്ട് പോവും. ഇനി 100 ഇപ്പൊ 25 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റിയാക്ട് ചെയ്ത് പോയി? 75 റിയാക്ട് ചെയ്ത് പോയി. അതാണ് ടൈം ടേക്കൺ ഫോർ 75% ടു കംപ്ലീറ്റ്. അതിന് എത്ര സമയം എടുത്തു നോക്കൂ. എത്ര ടി ഹാഫ് എടുത്തു? 2 ടി ഹാഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ 12.5 ഉണ്ടെങ്കിൽ എത്ര പോയിട്ടുണ്ടാവും? 100ൽ നിന്ന് ഓൾറെഡി എത്ര പോയിട്ടുണ്ടാവും? 87.5 പോയ സമയമാണത്. അതിന് എത്ര ടി ഹാഫ് സമയം എടുത്തു എന്ന് നിങ്ങൾ നോക്കൂ. 3 ടി ഹാഫ് സമയം എടുത്തു എന്ന് നമുക്ക് പറയാം. അതേപോലെ ഇപ്പൊ 6.25 ആയിട്ടുണ്ടെങ്കിൽ എത്ര കഴിഞ്ഞിട്ടുണ്ട്? 93.25 കഴിഞ്ഞിട്ടുണ്ട്. T93.75 ആണ്. എത്ര ടി ഹാഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും? 4 ടി ഹാഫ് എന്ന് പറയാൻ പറ്റും. 4 ടി ഹാഫ് അല്ലെ? അപ്പൊ T93.75 ആണ് അവർ ചോദിച്ചത്. ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 93.75, ദാറ്റ് ഈസ് 4 ടി ഹാഫ്. ടി ഹാഫ് ആണ് തന്നിട്ടുള്ളത് 50 സെക്കൻഡ്. 4 into 50 എത്ര വരിക? 200 സെക്കൻഡ് ആണ് ആൻസർ വരിക. ഓപ്ഷൻ 1 വരും. ഓക്കെ, ഓപ്ഷൻ 1 ആണ് ആൻസർ. അടുത്തൊരു ചോദ്യം നോക്കുക. പ്രീവിയസ് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിച്ച ചോദ്യമാണ്. ആക്ടിവേഷൻ എനർജി ഓഫ് എ റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഈസ് 10 കിലോജൂൾ ലെസ് ദാൻ ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ ഇൻ ആബ്സെൻസ് ഓഫ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് വന്നു, ആക്ടിവേഷൻ എനർജി കുറച്ചു. ആക്ടിവേഷൻ എനർജി 10 കിലോജൂൾ കുറഞ്ഞു എന്നാ പറയുന്നത് ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇഫ് rate constant K in presence of catalyst by rate constant K in absence of catalyst equals to e raised to x, then find the value of x. 10/RT, 20/RT, 1/RT, 100/RT എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം അരീനിയസ് ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അരീനിയസ് ഇക്വേഷൻ K is equal to a e raised to minus EA/RT. ഇതാണ് അരീനിയസ് ഇക്വേഷൻ വരുന്നത്. ഞാൻ ആദ്യം K എഴുതാം. വിത്തൗട്ട് കാറ്റലിസ്റ്റ് ആണ് K. അപ്പൊ നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ എഴുതാം. എ ഫ്രീക്വൻസി ഫാക്ടർ ഇ റേസ് ടു മൈനസ് EA/RT അല്ലെ? ടെമ്പറേച്ചർ റേറ്റ് കോൺസ്റ്റന്റ് തമ്മിലുള്ള റിലേഷൻ പറയുന്ന ഇക്വേഷൻ ആണ് അരീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് K വിത്തൗട്ട് എന്താണ്? കാറ്റലിസ്റ്റ് ആണ്. ഇനി K വിത്ത് കാറ്റലിസ്റ്റിനെ ഞാൻ KC എന്ന് എഴുതിയിട്ടുണ്ട്. എ ഇ റേസ് ടു മൈനസ് ഓഫ്, ഇവിടെ ആക്ടിവേഷൻ എനർജി എത്രയാണെന്നാ പറയുന്നത്? ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ഈസ് 10 കിലോജൂൾ ലെസ് എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇവിടെ ആക്ടിവേഷൻ എനർജി ആദ്യം ഉള്ളതിനേക്കാൾ എത്രയായി? 10 കുറഞ്ഞു. അപ്പൊ EA മൈനസ് 10. EA എത്രയാണെന്ന് അറിയില്ല. EA കാറ്റലിസ്റ്റ് ഇല്ലാത്തപ്പോ 100 ആയിരുന്നെങ്കിൽ കാറ്റലിസ്റ്റ് വന്നപ്പോൾ അത് എത്രയായി? 90 ആയി. ഡിവൈഡഡ് ബൈ എന്ത് എന്ന് നമുക്ക് കൊടുക്കാം? RT എന്ന് കൊടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ 2. ഇനി നിങ്ങൾ നോക്കിയേ, ഈ K പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ബൈ K ആബ്സെൻസ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നില്ലേ, അതെങ്ങനെ നമുക്ക് എഴുതാം? 2/1 എഴുതിയാൽ പോരെ. 2/1 K ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KC ആണ്. ഡിവൈഡഡ് ബൈ K എന്ന് നമുക്ക് കൊടുക്കാം. LHS ഡിവൈഡ് ചെയ്തു. RHS പറ എ ഇ റേസ് ടു, നമുക്ക് കുറച്ച് താഴത്തേക്ക് എഴുതാം. റൈറ്റ്, എ ഇ റേസ് ടു മൈനസ് EA മൈനസ് 10/RT, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, ഹോൾ ഡിവൈഡഡ് ബൈ K എന്താ വരുന്നത്? എ ഇ റേസ് ടു മൈനസ് EA/RT എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും വന്നിട്ടുണ്ട്. ഇതെന്താണ് എന്നാ തന്നിട്ടുള്ളത്? ഇ റേസ് ടു എക്സ് ആണ് എന്നാണ് തന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് ഇ റേസ് ടു എക്സ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? ആരെ ക്യാൻസൽ ചെയ്യാം? എ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. സെയിം റിയാക്ഷൻ ആണ്, കാറ്റലിസ്റ്റ് വന്നു, അതുകൊണ്ട് കൊളീഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്രീക്വൻസി ഫാക്ടർ എക്ക് വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്കിത് റീഅറേഞ്ച് ചെയ്യാം. ഈ ബ്രാക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ ആക്കാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇത് മൈനസ് EA ആവും. മൈനസ് ഓഫ് മൈനസ് 10 വരും. അപ്പോൾ നമുക്ക് അത് അടുത്ത സ്ലൈഡിലേക്ക് എഴുതാം. അപ്പോൾ KC
കെ സി ബൈ കെ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു പറഞ്ഞോ 10 മൈനസ് ഇ എ എന്നാവും മേലെ 10 മൈനസ് ഇ എ ബൈ ആർ ടി അല്ലേ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് എന്ന് എഴുതാം ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി ഇതെന്തിന് ഈക്വൽ ആണ് ഇ റേസ് ടു എക്സിന് ഈക്വൽ ആണ് അങ്ങനെയെങ്കിൽ എനിക്ക് ഇനി ഈ പാർട്ട് വേണ്ട കെ സി ബൈ കെ എന്ന് ഞാൻ ഇനി എഴുതേണ്ട കാര്യമില്ല സോ ഞാൻ അതിനെ റീഅറേഞ്ച് ചെയ്തു ഇനി ഞാൻ എന്ത് ചെയ്യാം ഈ ടേമിനെ മേലേക്ക് കൊണ്ടുപോവാം അപ്പൊ എന്താ വരിക ഇ റേസ് ടു 10 മൈനസ് ഇ എ ബൈ ആർ ടി ഇൻറ്റു ഇതെന്തായിട്ട് വരും പ്ലസ് ഇ എ ബൈ ആർ ടി ആയിട്ട് വരില്ലേ ഡിനോമിനേറ്റർ മേലേക്ക് എത്തിയാൽ ഈക്വൽ ടു ഇ റേസ് ടു എക്സിന് നോക്കൂ ഈ ഇ റേസ് ടുവിന്റെ ഈ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അപ്പൊ നമുക്ക് ഇത് സിംപിളി ആഡ് ചെയ്താൽ മതി സെയിം ഡിനോമിനേറ്റർ ആണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും 10 മൈനസ് ഇ എ പ്ലസ് ഇ എ ബൈ എന്ത് എന്ന് കിട്ടും ആർ ടി ഇസ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം ഇ റേസ് ടു എക്സ് എന്ന് എഴുതാം ഇനി നിങ്ങൾ പറയാ എന്ത് ക്യാൻസൽ ഔട്ട് ആയി പോകും ഈ ഇ എയും ക്യാൻസൽ ആയി ബാക്കിയുള്ള കാര്യം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഇ റേസ് ടു 10 ബൈ ആർ ടി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉറപ്പായിട്ടും എന്ത് പറയാൻ പറ്റും യെസ് നമുക്ക് എഴുതാം അല്ലെ ഇ റേസ് ടു അവിടെ സെയിം ആണെങ്കിൽ അവരുടെ പവറും എന്തായിരിക്കും സെയിം ആയിരിക്കും സോ ഐ ക്യാൻ സേ 10 ബൈ ആർ ടി ഇസ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാൻ പറ്റും എക്സ് എന്ന് എഴുതാൻ പറ്റും സോ നമ്മളുടെ ആൻസർ എന്താ വരിക 10 ബൈ ആർ ടി ഓപ്ഷൻ എന്താ വരിക ഓപ്ഷൻ 1 ആണ് വരിക സോ അത് ഞാൻ അരീനിയസ് ഇക്വേഷൻ എടുത്തു അതിൽ വിത്തൗട്ട് കാറ്റലിസ്റ്റ് കൊടുത്തു വിത്ത് കാറ്റലിസ്റ്റിൽ ഇ എക്ക് പകരം ഇ എ മൈനസ് 10 കൊടുത്തു ഞാൻ ഡിവൈഡ് ചെയ്ത് ഇ റേസ് ടു എക്സിന് ഇക്വേറ്റ് ചെയ്തു റീഅറേഞ്ച് ചെയ്തു എനിക്ക് എന്ത് കിട്ടി ഓപ്ഷൻ 1 കിട്ടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം 63 ഔട്ട് ഓഫ് 64th ഓഫ് എ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് കംപ്ലീറ്റഡ് ഇൻ 120 മിനിറ്റ്സ് കാൽക്കുലേറ്റ് ഇറ്റ്സ് ഹാഫ് ലൈഫ് പീരീഡ് അപ്പൊ 64ൽ 63 പാർട്ടും റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് അപ്പൊ നമുക്ക് അറിയണം എന്താണ് റേഡിയോ ആക്റ്റീവ് ഡീകേസ് എല്ലാം എന്താണ് ഫസ്റ്റ് ഓർഡർ ആണ് എന്ന് മക്കൾക്ക് അറിയാം സോ നോക്കുക 64ൽ 63 കംപ്ലീറ്റ് ആയി അതിനെടുത്ത സമയം തന്നു കാൽക്കുലേറ്റ് ഇറ്റ്സ് ഹാഫ് ലൈഫ് അപ്പൊ 64ൽ 63 തീർന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എത്ര ബാക്കിയുണ്ട് ഫ്രാക്ഷൻ 64ൽ 63 കഴിഞ്ഞു അപ്പൊ റിമൈനിങ് എത്രയാ 64ൽ 1 ഇതാണ് റിമൈനിങ് ഫ്രാക്ഷൻ ശരിയല്ലേ ഇതാണ് റിമൈനിങ് അപ്പൊ ആദ്യം ഇനീഷ്യലി എടുത്ത ഫ്രാക്ഷൻ എത്രയാ 1 ഇതാണ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 1 അതായത് നമ്മുടെ 100% ഇത് പകുതിയാകുന്നു അതായത് ഹാഫ് ആവുന്നു അതിനെടുത്ത സമയം ടി ഹാഫ് വീണ്ടും ഇത് പകുതിയാകുന്നു 1/4 അതിനെടുത്ത സമയം ടി ഹാഫ് വീണ്ടും ഇത് പകുതിയാകുന്നു അതായത് 1/8 ആകുന്നു അതിനെടുത്ത സമയം ടി ഹാഫ് വീണ്ടും ഇത് പകുതിയാകുന്നു 1/16 ആകുന്നു സെയിം ടി ഹാഫ് വീണ്ടും ഇത് പകുതിയാവുന്നു 1/32 അതിനെടുത്ത സമയം ടി ഹാഫ് വീണ്ടും അത് പകുതിയാവുന്നു 1/64 അതിനെടുത്ത സമയം ടി ഹാഫ് അപ്പോ ഇപ്പൊ അത് 1/64 ആയിട്ട് മാറി അപ്പോ ഇപ്പൊ റിയാക്ടന്റ് ഉള്ളത് 64ൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടന്റ് 64ൽ 63 എന്തായി പോയി റിയാക്ട് ചെയ്തു പോയി അതല്ലേ നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സെനാരിയോ റൈറ്റ് അപ്പൊ 64ൽ 63 തീർന്നു പോയി എന്ന് പറഞ്ഞാൽ 64ൽ 1 ബാക്കിയുണ്ട് ദാ ഈ പൊസിഷനിലേക്ക് എത്തി ഇങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ എത്ര ടി ഹാഫ് കഴിയണം 1 2 3 4 5 6 ടി ഹാഫ് അപ്പൊ 6 ടി ഹാഫ് കഴിയണം സോ 6 ടി ഹാഫിനെടുത്ത സമയമാണ് അവർ തന്നിരിക്കുന്ന 120 മിനിറ്റ് എന്നിട്ട് അവർ ചോദിച്ചത് ടി ഹാഫ് അല്ലേ അത് എത്രയാ വരിക 120/6 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ വരിക 20 മിനിറ്റ് ഓപ്ഷൻ 1 നമുക്ക് എടുക്കാം ഓക്കെ സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 അടുത്ത ചോദ്യം ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് എലമെന്റ് ഈസ് 140 ഡേയ്സ് ആഫ്റ്റർ 560 ഡേയ്സ് 1 gram സബ്സ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ടു അപ്പോ ഇതും റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് ഫസ്റ്റ് ഓർഡർ ആണ് സബ്സ്റ്റൻസ് 1 gram ആണ് ആദ്യം ഉണ്ടായിരുന്നത് ഇത് പകുതിയാകാൻ എത്ര സമയം എടുക്കും ടി ഹാഫ് സമയം അത് എത്രയാ 140 ഡേ ശരിയല്ലേ ഒന്ന് അതിന്റെ പകുതിയാ ഒന്നാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത് അത് അതിന്റെ പകുതിയാകാൻ എത്ര ദിവസം എടുത്തു 140 ദിവസം എടുത്തു ഈ 1/2 വീണ്ടും പകുതിയാകാൻ വീണ്ടും 140 ഡേ എടുക്കും ഇത് വീണ്ടും പകുതിയാകാൻ അല്ലെ വീണ്ടും 140 ഡേ എടുക്കും അപ്പൊ നോക്കൂ ഇപ്പൊ എത്ര ദിവസമായി 140 280 140 എത്രയായി 420 ദിവസമായി ഇനി ഇത് വീണ്ടും പകുതിയാകാൻ ഒരു 140 ദിവസം കൂടി എടുക്കും അപ്പൊ മൊത്തം എത്ര ദിവസമായി നോക്കൂ ഇപ്പം 140
140, 280, 140, 420, 140, 560. അപ്പൊ 560 ഡേയ്സിന് ശേഷം ബാക്കി ഇപ്പോൾ ഉള്ളത് എത്രയാ? 1/16 gram ആണ് ബാക്കിയുള്ളത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ 4 വരും. ഇത് എളുപ്പമായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? റൈറ്റ്. അപ്പോൾ ചോദിച്ചത് അത് തന്നെയല്ലേ? ആഫ്റ്റർ 560 days 1 gram സബ്സ്റ്റൻസ് വിൽ ബി റെഡ്യൂസ്ഡ് ടു. അപ്പൊ ഇപ്പൊ എത്രയത്? 1/16 gram ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്തത്, എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹാസ് സ്പെസിഫിക് റേറ്റ് കോൺസ്റ്റന്റ്. അതായത് കെ ആണ് തന്നിരിക്കുന്നത് അല്ലേ? കെ ആണ് സ്പെസിഫിക് റേറ്റ് കോൺസ്റ്റന്റ്. എത്രയാ? 2 minute inverse. 2 minute inverse. ഹാഫ് ലൈഫ് ഓഫ് ദിസ് റിയാക്ഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ എന്താ വരുന്നത്? കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ എത്രയാ വരിക? 2 അല്ലേ വരിക? അപ്പൊ ആൻസർ എന്താ വരിക? 0.693/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പോയിന്റ് അല്ലെ? ഇത് മിനിറ്റ് ഇൻവേഴ്സ് ആണ് വരിക. അപ്പൊ 0.3 സംതിങ് ആണ് വരിക അല്ലെ? 347 മിനിറ്റ് ആണ് എന്ത് വരിക? ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ വരിക. ഓക്കെ, സോ നമുക്ക് ഏത് ആൻസർ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ 2 മാർക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 20% കംപ്ലീറ്റ് ഇൻ 50 minutes. ഇറ്റ്സ് 40% വുഡ് കംപ്ലീറ്റ് വിത്തിൻ. അപ്പോൾ ഓപ്ഷൻ നോക്കുക, 100 minutes, ലെസ് ദാൻ 100, മോർ ദാൻ 100, അൺപ്രഡിക്റ്റബിൾ. അപ്പൊ 20% തീരാൻ 50 മിനിറ്റ് എടുത്തു. ആ റിയാക്ടന്റിന്റെ തന്നെ 40% തീരാൻ എത്ര സമയം എടുക്കും? അപ്പോൾ നമുക്ക് ഇത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാൻ അതിന് ഡയറക്റ്റ് മെത്തേഡിൽ കാണിച്ചു തരാം. നമ്മളുടെ ഇക്വേഷൻ കെ ഇൻറ്റു ടി 20% ആണ് തന്നത്. 2.303 അല്ലെങ്കിൽ 2.3 ലോഗ് എത്രയാ? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒന്നും തന്നില്ല. അപ്പൊ ഇനീഷ്യലി 100 എടുക്കുക. 20% കംപ്ലീറ്റ് ആയാൽ ബാക്കിയുള്ളത് 80%. ഇവിടെ നിന്ന് കെ എഴുതിക്കൂടെ? ഇങ്ങനെ 2.3 ആ ടി 20% കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം തന്നിട്ടുണ്ട്. എത്ര? 50 മിനിറ്റ്. ലോഗ് 100/80 ഞാൻ 10/8 എന്ന് എഴുതുന്നു. ഓക്കെ, ഇത് ഇക്വേഷൻ 1 ആയിട്ട് അവിടെ കിടക്കട്ടെ. ഇറ്റ്സ് 40% വുഡ് ബി കംപ്ലീറ്റ് ഇൻ. അപ്പൊ ടി 40 അല്ലേ ചോദിച്ചത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2.3 ഡിവൈഡഡ് ബൈ എന്ത് എന്ന് കൊടുക്കാം? കെ അല്ലേ? കെ അല്ലേ വരിക? കെ എന്താണ്? നമ്മൾ ഓൾറെഡി ഇക്വേഷൻ 1 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് ഇപ്പുറത്തേക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ പറയാ എത്രയാ ടി 40 വരിക? 2.3 ബൈ കെ എന്താ വന്നിരിക്കുന്നത്? 2.3/50 ഇൻറ്റു ലോഗ് 10/8. ഇതല്ലേ കെ വന്നത്? അപ്പൊ 2.3 ബൈ കെ ഇൻറ്റു ലോഗ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 100 ബൈ ടി 40 അല്ലേ? 40% തീരുന്നു. അപ്പൊ ബാക്കി എത്രയുണ്ട്? 60% ഉണ്ട്. അപ്പൊ എന്ത് എഴുതാം? 10/6 എന്ന് നമ്മൾ എഴുതുന്നു. നമുക്ക് എന്ത് കട്ട് ചെയ്യാം? 2.3 കട്ട് ചെയ്യാം. ബാക്കി എന്താ ഉള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞേ. എന്താ നമ്മുടെ ആൻസർ വരിക? ഇതാ ടി 40 ഇസ് ഈക്വൽ ടു പറഞ്ഞോ 50 ഇൻറ്റു ലോഗ് 10/6 എന്ന് പറഞ്ഞാൽ ലോഗ് 10 മൈനസ് ലോഗ് 6 ആണ്. ലോഗ് 10 ഈസ് 1, ലോഗ് 6 ഈസ് ഓൾമോസ്റ്റ് 0.78 എന്ന് വരും. ഓക്കെ, ഞാനിവിടെ ഒരു വര കൊടുക്കും. ഓക്കെ, 50 ഇൻറ്റു 1 മൈനസ് 0.78 ലോഗ് 10 മൈനസ് ലോഗ് 6 കൊടുത്തു. ബാക്കി ഡിവൈഡഡ് ബൈ എന്താ ഉള്ളത്? ലോഗ് 10/8. അത് ലോഗ് 10 1 മൈനസ് ലോഗ് 8 എന്താ വരിക? 0.9 ആണ് വരിക. അപ്പൊ പറ 50 ഇൻറ്റു 1 മൈനസ് 0.78 എത്രയാ വരിക? 0.22 ഡിവൈഡഡ് ബൈ 0.1 എന്ന് വരും. 0.22 ഇൻറ്റു 50 ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 11 എന്ന് വരും. ഡിവൈഡഡ് ബൈ 0.1 അതായത് 110 എന്ന് വരും. 110 മിനിറ്റ് എടുക്കും. അതെന്താണ്? മോർ ദാൻ 100 മിനിറ്റ്. സോ റൈറ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ 3 വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇതൊന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനീഷ്യലി 100% ഉണ്ട്. ഇതിന്റെ 20% തീർന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ 80 ആയി. അതിനടുത്ത സമയം എത്രയാ? 50 മിനിറ്റ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഒരു പ്രത്യേകത, സെയിം എമൗണ്ട് ഓഫ് ഫ്രാക്ഷൻ റിയാക്ട് ചെയ്ത് തീരാൻ എടുക്കുന്ന സമയം സെയിം ആയിരിക്കും. സെയിം എമൗണ്ട് ഓഫ് ഫ്രാക്ഷൻ റിയാക്ട് ചെയ്യാൻ എടുക്കുന്ന സമയം ഫസ്റ്റ് ഓർഡറിൽ എന്താണ്? സെയിം ആണ്. അതായത് 100 അതിന്റെ 20% അല്ലേ തീർന്നത്? 100 അതിന്റെ 20% തീർന്നു. അതിനെടുത്ത സമയം തന്നെയാണ് ഇനിയുള്ള ഈ റിയാക്ടന്റ് അതിന്റെ 20% തീരാൻ എടുക്കുന്ന സമയം. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ പ്രത്യേകതയാണ് സെയിം എമൗണ്ട് ഓഫ് ഫ്രാക്ഷൻ റിയാക്ട് ചെയ്ത് തീരാൻ എടുക്കുന്ന സമയം സെയിം ആയിരിക്കും. അപ്പോൾ 100
ഇപ്പൊ എത്ര ശതമാനം റിയാക്ട് ചെയ്തു? 20%. ഇനി ബാക്കിയുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് അതേ പെർസെൻറ്റേജ് റിയാക്ട് ചെയ്ത് തീരാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാ പറഞ്ഞത്. അപ്പൊ 100ന്റെ 20% റിയാക്ട് ചെയ്ത് പോയപ്പോൾ ബാക്കി 80 ഉണ്ട്. ഇനി 80ന്റെ 20% റിയാക്ട് ചെയ്ത് തീരാൻ എടുക്കുന്ന സമയവും 50 മിനിറ്റ് ആയിരിക്കും. 80ന്റെ 20% എന്ന് പറഞ്ഞാൽ 80 × 20/100. അപ്പൊ എന്താ വരിക? 16 എന്ന് പറയും. അപ്പോ 80ൽ നിന്ന് 16 റിയാക്ട് ചെയ്ത് പോയി. അപ്പൊ ബാക്കി എന്താ വരിക? 64 അല്ലേ വരിക. അപ്പൊ അതിനും എത്ര സമയം തന്നെ എടുക്കുക? 50 മിനിറ്റ് തന്നെ എടുക്കുക. ഇനി ഈ 64ൽ നിന്ന് അതിന്റെ 20% റിയാക്ട് ചെയ്ത് പോകാൻ എടുക്കുന്ന സമയം എന്തായിരിക്കും? 50 മിനിറ്റ് ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഫസ്റ്റ് ഓർഡറിനെ പറയാൻ പറ്റും. ഇത് ഞാനിപ്പോ ഇവിടെ നിർത്തുകയാണ്, കാരണം നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. അപ്പൊ 100 64 ആകാൻ തന്നെ, അപ്പൊ നോക്കൂ, 100 64 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് എത്രയാ? ടി 64 ആയി എന്ന് പറഞ്ഞാൽ 36% തന്നെ. അത് തന്നെ എത്ര വന്നിട്ടുണ്ട്? 100 മിനിറ്റ് വന്നിട്ടുണ്ട് അല്ലെ? 36% തീരാൻ തന്നെ എന്ത് വന്നിട്ടുണ്ട്? 100 മിനിറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ 40% തീരാൻ ഉറപ്പായിട്ടും 100ന്റെ മേലെ വരും. ഓപ്ഷൻ ഏതെടുക്കാം? ഓപ്ഷൻ 3 എടുക്കാം. ഓക്കെ, റൈറ്റ്. അടുത്തത് 60% of first order reaction is completed in 12 minutes. Calculate time taken for 84% completion. അപ്പൊ നമുക്ക് എഴുതാം K into T60 തന്നിട്ടുണ്ട്, 2.3 into log R0 100 ആണ്. 60 is completed. അപ്പൊ ബാക്കിയുള്ളത് 40. അപ്പൊ K എഴുതി, എത്രയാ വരിക? 2.3 by T60 എത്രയാ തന്നത്? 12 log 10/4. ഓക്കെ, ഇനി ചോദിച്ചു, അപ്പൊ ഇത് ഇക്വേഷൻ 1. കാൽക്കുലേറ്റ് ടൈം ടേക്കൺ ഫോർ 84% കംപ്ലീഷൻ. T84 ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇക്വേഷൻ 2.303 by K. Kക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇപ്പൊ നമ്മൾ എഴുതി വെച്ചത് കൊടുക്കാം. അതെന്താ? 2.3 by 12 log 10/4. ഇതാണ് ഞാൻ Kക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പൊ 2.3 by K ആയി. ഇനി ലോഗ് R0 100. 84 തീർന്നു, അതിനെടുത്ത സമയം. അപ്പൊ ബാക്കി എത്രയുള്ളത്? 16. ഓക്കെ, നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? 2.3 ക്യാൻസൽ ചെയ്തു. ഇനി എവിടെ ആരാളുള്ളത്? 12. അയാളെ മേലേക്ക് വരട്ടെ. ഇൻറ്റു, ഇനി നിങ്ങൾ നോക്കൂ, ലോഗ് 100/16 എനിക്ക് ലോഗ് 10/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വെറുതെ വാല്യൂ വെറുതെ എഴുതരുത്. ഈസി ആയിട്ടുള്ള കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതാണ് ഏറ്റവും സുഖം. 100/16 10/4 തമ്മിൽ റിലേഷൻ ഉണ്ട്. 10ന്റെ സ്ക്വയർ ആണ് 100, 4ന്റെ സ്ക്വയർ ആണ് 16. അപ്പൊ ഞാൻ 100/16 10/4 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇതിനെ ഞാൻ വീണ്ടും മാറ്റി എഴുതാണ്. 12 ഇൻറ്റു ലോഗ് 10/4 ഹോൾ സ്ക്വയർ 2 log എന്ത് എന്ന് എഴുതാം? 10/4 എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് എന്ന് എഴുതാം? ലോഗ് 10/4 എന്ന് എഴുതാം. എന്ത് ക്യാൻസൽ ചെയ്തു? യെസ്, ലോഗ് 10/4 പോയി. ബാക്കി എന്താ ഉള്ളത്? 12 into 2 that is equal to 24 minutes. So T84 is equal to 24 minutes. അപ്പൊ അവിടെ നിന്ന് നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി. എന്താണ്? 60% ഓഫ് എ റിയാക്ഷൻ ടു കംപ്ലീറ്റ് 12 മിനിറ്റ് ആണ് എന്നും 84% തീരാനെടുക്കുന്ന സമയം 12ന്റെ എന്താണെന്ന് മനസ്സിലായി? ഡബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ട്. അപ്പൊ അതും കൂടി നമ്മൾ എന്ത് ചെയ്യും? ഈ ചോദ്യം പഠിക്കുന്നതോടുകൂടി നമ്മൾ അതും കൂടി നോട്ട് ചെയ്ത് വെക്കും. T84 ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 2 ടൈം ഓഫ് T60 എന്നുള്ള പോയിന്റ് കൂടി ഞാൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും സമയം കളയേണ്ട കാര്യമില്ല. T84% is equal to 2 ടൈം ഓഫ് T60 എന്ന് നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, ഇൻ എ gaseous ഫേസ് റിയാക്ഷൻ A2B plus half C. അപ്പൊ ഗ്യാസ് ഫേസ് ആണ്, ഞാൻ റിയാക്ഷൻ ഒന്ന് എടുത്ത് എഴുതാം. half C ഇല്ല ഗ്യാസ്. The increase in pressure from 100 mm to 120 mm is noticed in 5 minutes. അപ്പൊ നോക്കൂ, പ്രഷർ ആദ്യം 100 ആയിരുന്നു. അപ്പൊ ഞാൻ പറയുന്നു T is equal to 0 സമയത്ത് പ്രഷർ 100. അത് ആരുടെ പ്രഷർ ആയിരിക്കും? റിയാക്ടന്റിന്റെ മാത്രം. കാരണം ഇനീഷ്യലി പ്രൊഡക്റ്റിനെ കുറിച്ചൊന്നും അവർ പറയുന്നില്ല. അപ്പൊ പ്രൊഡക്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പൊ ആ ഇനീഷ്യൽ പ്രഷർ റിയാക്ടന്റ് A2ന്റെ മാത്രമാണ്. അപ്പൊ അവിടെ ആരില്ല? ബിയും സിയും ഇല്ല. ഫ്രം 100ൽ നിന്ന് 120 mm ആയി 5 മിനിറ്റിൽ. അപ്പൊ പ്രഷർ 100ൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂടിയിട്ടുണ്ട്. എന്തുകൊണ്ട് കൂടി? ഉറപ്പായിട്ടും കൂടണമല്ലോ. കാരണം കുറച്ച് കഴിഞ്ഞാൽ ആര് വരും? പ്രൊഡക്റ്റുകൾ വരും. അപ്പം പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ പ്രഷർ കൂടും. പക്ഷെ ഈ 100ൽ നിന്ന് എത്ര റിയാക്ട് ചെയ്ത് പോയി എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, 1 മോൾ A2 റിയാക്ട് ചെയ്താൽ 1 മോൾ ബിയും 1/2 മോൾ സിയും ഉണ്ടാവും. അതായത് ഇവിടെ നിന്ന് എത്ര റിയാക്ട് ചെയ്യുമോ അത് തന്നെ ഇവിടെയും അതിന്റെ പകുതി മോൾ ഇവിടെയും ഉണ്ടാകുമെന്ന് എനിക്ക്
മനസ്സിലാക്കാം. മുകളിലാണ് പറയുന്നത്, നമ്മൾ കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ എക്സ് പോയി എന്ന് വിചാരിച്ചാൽ 5 മിനിറ്റിൽ ഇവിടെ നിന്ന് എക്സ് പോയി എന്ന് വിചാരിച്ചാൽ ഇവിടെ എക്സ് ഉണ്ടാവുകയും ഇവിടെ എത്ര ഉണ്ടാവുകയും ചെയ്യും, x/2 ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ 5 മിനിറ്റിന് ശേഷം നമുക്ക് പറയാൻ പറ്റും A2 ഉള്ളത് 100-ൽ നിന്ന് എക്സ് പോയത് കൊണ്ടാണ് -x റിയാക്ടന്റ് A2. ബാക്കിയൊക്കെ നമ്മൾ പ്ലസ് ആയിട്ടത് കാരണം പ്രൊഡക്റ്റ് ഉണ്ടാവുക ചെയ്യുന്നത് അറിയാം അല്ലെ, എക്സും x/2 വരും. അപ്പൊ നിങ്ങൾ പറ, ഈ 120 mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ പ്രഷർ ആണ്? ദാറ്റ് ഈസ് ദ പ്രഷർ ഓഫ് 5 minutes of A2BC എന്ന് നമുക്ക് പറയാം. കറക്റ്റ് അല്ലേ? അപ്പൊ പറഞ്ഞോ, എനിക്ക് ഇക്വേറ്റ് ചെയ്തൂടെ 100 - x plus x/2 അത് എന്തിന് ഈക്വൽ ആണെന്ന് പറയാം? 120ക്ക് ഈക്വൽ ആണ്. എക്സും എക്സും പോയി. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എഴുതാം x/2 = 100 അങ്ങോട്ടേക്ക് പോയാൽ 20 എന്ന് കിട്ടും, which implies x എന്ത് എന്ന് കിട്ടും? 40 എന്ന് കിട്ടും. ആൻസർ ആയിട്ടില്ല. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A2 in mm/minute ആണ് ചോദിച്ചത്. അപ്പൊ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് A2 ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിംപ്ലി -Δ A2/Δt. എന്താ സാർ അങ്ങനെ എഴുതിയത്, ഡെൽറ്റ എഴുതിയത്? 5 മിനിറ്റിലല്ലേ ചോദിച്ചത്. ദാറ്റ് ഈസ് എ ഡിഫൈൻഡ് ഇന്റർവെൽ ഓഫ് ടൈം. അപ്പൊ അത് ആവറേജ് റേറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്തിനാ സാർ മൈനസ് കൊടുത്തത്? ബിക്കോസ് A2-നെ കുറിച്ചാണ് ചോദിച്ചത്, അത് റിയാക്ടന്റ് ആണ്. അപ്പൊ നമ്മൾ റേറ്റ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി മൈനസ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ കൊടുക്കണം. ശരി, ഇനി പറ. അപ്പൊ നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മിനിറ്റിന് ശേഷം എന്താണ് A2-ന്റെ കോൺസെൻട്രേഷൻ പറഞ്ഞോ? 100 - x നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ എവിടെ? യെസ്, 40. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 60. അതാണ് 5 മിനിറ്റിന് ശേഷം ആരുള്ളത്? 5 മിനിറ്റിന് ശേഷം A2-ന്റെ പറയുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞാൽ A2 60 ആണുള്ളത് അല്ലെ? 100 - x, 100 - 40, 60 ആണുള്ളത്. അപ്പൊ -60 എത്രയാ വരുന്നത്? ഇനീഷ്യലി എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 100 ഡിവൈഡഡ് ബൈ എത്രയാ സമയം പറഞ്ഞിരിക്കുന്നത്? 5 മിനിറ്റ്. മിനിറ്റിൽ തന്നെയാണോ കണ്ടുപിടിക്കേണ്ടത്? ഒന്നുകൂടി നോക്കുക. mm/minute ആണ് ചോദിച്ചത്. കറക്റ്റ്. അപ്പൊ നോക്കൂ, ഇത് എത്രയാ വരിക? 40/5, അതായത് എത്രയാ വരിക? 8 mm/minute ആണ് നമ്മളുടെ എന്ത് വരിക? ആൻസർ വരിക. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് വരിക. ബുദ്ധിമുട്ടില്ലല്ലോ. അടുത്ത ചോദ്യം. In Arrhenius equation K, a e raised to minus Ca by RT quantity e raised to minus Ca by RT is referred to as. ആ ക്വാണ്ടിറ്റിയുടെ e raised to minus Ca by RT എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ പേരാണ് എന്ത്? ബോൾട്സ്മാൻ ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബോൾട്സ്മാൻ ഫാക്ടർ. എ നമുക്ക് എന്താണ് ഈ പറയുന്ന അരീനിയസ് കോൺസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ പ്രീ എക്സ്പോണൻഷ്യൽ ടേം എന്നോ അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി ഫാക്ടർ എന്നോ ഒക്കെ എ പറയാം. A is activation energy, T is temperature, R is constant, K is rate constant എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. A reaction rate constant is given by K is equal to 12 into 10 raised to 14 e raised to minus 25,000 RT second inverse. It means ഇത് ഏത് റിയാക്ഷൻ പോലെയുണ്ട് നിങ്ങൾ പറ, അല്ലെങ്കിൽ ഇത് ഏത് ഇക്വേഷൻ പോലെയുണ്ട്? യെസ്, K is equal to ഇതാ A e raised to minus EA by RT പോലെ തന്നെ ഇല്ലേ? Yes or no? K is equal to A e raised to minus Ca by RT പോലെ തന്നെയാണ്. This is our Arrhenius equation. ഇത് നമ്മുടെ Arrhenius equation ആണ്. എങ്കിൽ അവിടെ ഏതാണ് സ്ട്രെയിറ്റ് ലൈൻ തരിക എന്നാണ് ചോദിക്കുന്നത്. എല്ലാ ഓപ്ഷനിലും സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ചാണ് സംസാരം. അപ്പം നമുക്ക് ഇക്വേഷൻ ആദ്യം എഴുതാം. K is equal to A e raised to minus EA by RT. ഓക്കെ, നമ്മൾ രണ്ട് LHS-ലും RHS-ലും നാച്ചുറൽ ലോഗരിതം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ln(k) is equal to ln(a) minus EA by RT ആഫ്റ്റർ കാൽക്കുലേഷൻ അല്ലെ, അല്ലെങ്കിൽ ആഫ്റ്റർ അറേഞ്ച്മെന്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി നിങ്ങൾ പറയാ, ഇവിടെ ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ലോഗ് ബേസ് ടു 10 കൊടുക്കുമ്പോൾ log k is equal to log a minus EA by 2.303 RT എന്നും വരും. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഇവിടെ ഇതേ ഇക്വേഷനെ ഞാൻ ഈ രീതിയിൽ ഒന്ന് എഴുതുകയാണ്. ln(k) is equal to minus EA by R into 1/t plus ln(a). അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഇവനെ y ആയിട്ട് വെക്കും അല്ലെ, ഇത് y, ഇത് x. അപ്പൊ നോക്കൂ, ln(k) വേഴ്സസ് 1/t വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടും. നെഗറ്റീവ് സ്ലോപ്പ് അല്ലേ, minus EA by R. ഇതാണ് എന്ത് വരുന്നത്? m വരുന്നത്. ഇതാണ് എന്ത് വരുന്നത്? സി വരുന്നത്. y is equal to mx plus c ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അപ്പൊ നോക്കുകയാണ് ഞാൻ, ഇങ്ങനെയല്ലേ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റുക? അതെ, ഈ സ്ലോപ്പാണ് എന്ത് വരുന്നത്?
മൈനസ് ഈ എ ബൈ ആർ എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി ഇവിടെ ഞാൻ ഇതേപോലെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ റീഅറേഞ്ച്മെന്റിന് ശേഷം ലോഗ് കെ വേഴ്സസ് 1/t പ്ലോട്ട് ഇതേപോലെ തന്നെ നെഗറ്റീവ് ആണ് വരിക. പക്ഷെ സ്ലോപ്പ് എന്താ വരിക? മൈനസ് ഇ എ ബൈ 2.303 ആർ എന്നാണ് വരിക, സ്ട്രെയിറ്റ് ലൈൻ. അത് നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ മതി. ലോഗ് കെ വേഴ്സസ് 1/t നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ലോഗ് കെ വേഴ്സസ് 1/t പ്ലോട്ട് ചെയ്യുമ്പോൾ ഇത് എം ആയിട്ട് വരും. മൈനസ് ഇ എ ബൈ 2.303 ആർ ആണ് സ്ലോപ്പ് വരിക. ഇനി ഇതിലെ ഇന്റർസെപ്റ്റ് ശ്രദ്ധിക്കണേ. ഇന്റർസെപ്റ്റിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല. ഇതാ ശ്രദ്ധിക്കുക. യെസ്, ഏതാണ് ഇവിടെ ഇന്റർസെപ്റ്റ് വരുന്നത്? ഫസ്റ്റില് എൽ എൻ എ, ഇതാണ് എന്ത് വരിക? എൽ എൻ എ വരിക. ഇവിടെ എന്താ വരിക? ഇന്റർസെപ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. എന്താണത്? ലോഗ് എ, അതാണ് എന്ത് വരിക? ഇന്റർസെപ്റ്റ് വരിക. ഓക്കെ, സോ ഇത്തരത്തിൽ ചിലപ്പോൾ അവർ പറയും എൽ എൻ കെ വേഴ്സസ് 1/t ഫോർ എ ഫസ്റ്റ് ഓർഡർ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടിയ സ്ലോപ്പ് സംതിങ് ആണ് എങ്കിൽ എന്താണ് ആക്ടിവേഷൻ എനർജി എന്നൊക്കെ പറയുമ്പോൾ മൈനസ് ഇ എ ബൈ ആറിനാണ് അവരത്തുന്ന വാല്യൂ ഇക്വേറ്റ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് ആറ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും either log k versus 1/t ആണ്, അല്ലെങ്കിൽ ln k versus 1/t. ഓക്കെ, ഇവിടെ എല്ലാത്തിലും log k ആണ് ഓപ്ഷനിലുള്ളത്. അപ്പൊ ആൻസർ എന്താ വരിക? ഓപ്ഷൻ 4 ആണ് വരിക. log k versus 1/t will give a straight line എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, activation energy of the reaction A giving B for forward and backward reaction is 25 kilojoule per mole and 32 kilojoule per mole. Value of delta H. അപ്പൊ നോക്കൂ, എനർജി ഇവിടെ എന്താണ്? പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ നമുക്ക് കൊടുക്കാം. ആക്ടിവേഷൻ എനർജി ഓഫ് എ ടു ബി ഫോർ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് തന്നിട്ടുണ്ട് അല്ലേ? ശരി. അപ്പൊ നോക്കൂ, ഫോർവേഡിന് 25ഉം ബാക്ക്വേർഡിന് 92ഉം. അപ്പൊ ബാക്ക്വേർഡിലേക്കുള്ള ആക്ടിവേഷൻ എനർജിയാണ് കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിത്രം വരേണ്ടത് ഈ രീതിയിലല്ലേ? അപ്പോഴല്ലേ ഫോർവേഡിലുള്ള ആക്ടിവേഷൻ എനർജി കുറവും ബാക്ക്വേർഡിലുള്ള ആക്ടിവേഷൻ എനർജി കൂടുതലും. ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ എക്സോതെർമിക് ഗ്രാഫ്. അപ്പൊ എക്സോതെർമിക് ആണെന്ന് മനസ്സിലായാൽ ഉടനെ തന്നെ മക്കൾ എന്ത് ചെയ്യണം? രണ്ട് ഓപ്ഷൻ ക്യാൻസൽ ചെയ്തു. ഈ രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്തു? വെട്ടിക്കളഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാം, ഇതാണ് ആക്ടിവേഷൻ എനർജി ഫോർവേഡ്, ഇ എ എഫ്. ഇതാണ് ആക്ടിവേഷൻ എനർജി എന്ത് വരുന്നത്? ബാക്ക്വേർഡ്, ഇ എ ബി. ഇനി എന്താ തന്നിരിക്കുന്നത്? ആക്ടിവേഷൻ എനർജി ഓഫ് റിയാക്ഷൻ എ ടു ബി ഫോർ ഫോർവേഡ് എത്രയാ തന്നത്? നമുക്ക് ആ വാല്യൂ എഴുതാം. ഇത് 25 ആണ്. ബാക്ക്വേർഡ് എത്രയാ തന്നത്? 32 ആണ്. വാല്യൂ ഓഫ് ഡെൽറ്റ എച്ച് റെഡി. അപ്പൊ ഈ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്, ശരിയല്ലേ? ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എനർജി ഓഫ് റിയാക്ടന്റ്. അപ്പോൾ നമുക്ക് നേരിട്ട് പറയാമല്ലോ, ഇതാ ഈ പറയുന്ന വാല്യൂ മൈനസ് ഈ വാല്യൂ അല്ലേ നമ്മളുടെ ആൻസർ വരിക. പക്ഷെ എന്ത് വേണം? ആൻസറിൽ എന്ത് നമ്മൾ കൊടുക്കണം? നെഗറ്റീവ് വാല്യൂ കൊടുക്കണം എന്നർത്ഥം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയിലൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഏറ്റവും നല്ലത് ആക്ടിവേഷൻ എനർജി ഫോർവേഡ് മൈനസ് ആക്ടിവേഷൻ എനർജി ബാക്ക്വേർഡ് ഡയറക്ട്ലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറ ആക്ടിവേഷൻ എനർജി ഫോർവേഡ് 25, ബാക്ക്വേർഡ് എത്രയാ വരിക? 32. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്താ വരിക? -7 ആണ് വരിക. യൂണിറ്റ് ഒക്കെ ശരിയല്ലേ? തെറ്റൊന്നുമില്ലല്ലോ. യെസ്, -7 ആണ് വരിക. ഇനി ഇവിടെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇ പി മൈനസ് ഇ ആർ അല്ല, എനർജി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എനർജി ഓഫ് റിയാക്ഷൻ. നിങ്ങൾ 32 - 25 ചെയ്തിട്ട് അത് തന്നെ എഴുതരുത്. നിങ്ങൾക്ക് മനസ്സിലായതാണ് ഇത് എക്സോതെർമിക് ആണ്. അപ്പൊ 7 എന്ന് എഴുതരുത്. ഉറപ്പായിട്ടും എന്ത് എഴുതും നിങ്ങൾ? -7 എഴുതും. ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യുക? ഈക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുക. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ആക്ടിവേഷൻ എനർജി ഫോർവേഡ് മൈനസ് ആക്ടിവേഷൻ എനർജി ബാക്ക്വേർഡ്. ഇതാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ആൻസർ ഡയറക്ട്ലി എത്തും. ഓക്കെ, അടുത്ത ചോദ്യം, പ്ലോട്ട് ഓഫ് എൽ എൻ കെ വേഴ്സസ് 1/t ഈസ് ലീനിയർ വിത്ത് സ്ലോപ്പ്. നമ്മളിപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ അത്. അതെന്താണ് സ്ലോപ്പ് വന്നത്? മൈനസ് ഇ എ ബൈ ആർ ആണ് സ്ലോപ്പ് വന്നത്. അരീനിയസ് ഇക്വേഷൻ ആണ്. അടുത്തത്, ഫോർ ആൻ എൻഡോതെർമിക് റിയാക്ഷൻ വെർ ഡെൽറ്റ എച്ച് റെപ്രസെന്റ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇൻ കിലോജൂൾ പെർ മോൾ. എൻഡോതെർമിക് റിയാക്ഷൻ മിനിമം വാല്യൂ ഫോർ എനർജി ഓഫ് ആക്ടിവേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. എഗെയിൻ സെയിം ഗ്രാഫ് ആണ്. എനർജി പ്രോഗ്രസ് ഓഫ് റിയാക്ഷൻ. ഡെൽറ്റ എച്ച് റെപ്രസെന്റ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇൻ എന്താണ്? എൻഡോതെർമിക്. എൻഡോതെർമിക് ആകുമ്പോൾ റിയാക്ടന്റ് ഇവിടെ, പ്രൊഡക്റ്റ് ഇവിടെ, ഇങ്ങനെ കൊടുക്കും. ഇനി ഡെൽറ്റ എച്ച് എന്താണ്? ഡെൽറ്റ എച്ച് ഇതാ ഇതല്ലേ എനർജി ഓഫ് റിയാക്ടന്റ്, ഇതല്ലേ എനർജി ഓഫ് പ്രൊഡക്റ്റ്. ഇവര് തമ്മിലുള്ള ഈ ഗ്യാപ്പിനല്ലേ നമ്മൾ എന്ത് എന്ന് വിളിക്കുക? ഡെൽറ്റ എച്ച് എന്ന് വിളിക്കുക. ഇനി പറ, ഓക്കെ, മിനിമം വാല്യൂ ഫോർ എനർജി ഓഫ് ആക്ടിവേഷൻ ആണ് ചോദിച്ചത്. അപ്പൊ നോക്കൂ, റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുകയാണല്ലോ അല്ലെ? അപ്പൊ റിയാക്ടന്റിന് ക്രോസ് ചെയ്യേണ്ട എക്സ്ട്രാ എനർജി ബാരിയറിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? ആക്ടിവേഷൻ എനർജി എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ പറഞ്ഞേ, ഇതല്ലേ ഇവിടുത്തെ ആക്ടിവേഷൻ എനർജി? യെസ്, ഇതല്ലേ ഇവിടുത്തെ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറയാൻ പറ്റും ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഉറപ്പായിട്ടും ഈ എൻതാൽപ്പിയേക്കാൾ എന്തായിരിക്കണം?
കൂടുതലായിരിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റും. എൻഡോതെർമിക് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പറയാൻ പറ്റുന്നത്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് ഡെൽറ്റ എച്ച് എൻഡോതെർമിക് പ്രോസസ്സ് ഡെൽറ്റ എച്ച് തന്നു. ഇവിടുത്തെ എനർജി ഓഫ് ആക്ടിവേഷനെ കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളതെന്നാണ് ചോദിച്ചത്. ഉറപ്പായിട്ടും മിനിമം വാല്യൂ ഓഫ് എനർജി ഓഫ് ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച് അല്ലേ. ഇതിനേക്കാൾ ഈ വാല്യൂവിനേക്കാൾ വലുതല്ലേ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ. യെസ്. സോ നമുക്ക് ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാവാൻ പറ്റുന്നതാണ്. ഓപ്ഷൻ 2 കൊടുക്കാം. ഹാഫ് ലൈഫ് ഫോർ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് C14 ഈസ് 5730 years. അപ്പൊ ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട് അല്ലേ. ആൻ ആർക്കിയോളജിക്കൽ artifact containing wood had only 80% of C14 found in a living tree. The age of the sample ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏജ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം K into T 80% തന്നു 2.3 by K log R0 100 ആണ്. 80% എന്താ പറഞ്ഞിരിക്കുന്നത്? ആർക്കിയോളജിക്കൽ ആർട്ടിഫാക്ട് കണ്ടെയ്നിങ് വുഡ് ഹാഡ് ഓൺലി 80% ഓഫ് C14 ഫൗണ്ട്. അപ്പൊ 80% ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ 80% ഉണ്ട് എന്നാണെങ്കിൽ 20% റിയാക്ട് ചെയ്ത് പോയിട്ടുള്ളൂ അല്ലെ. അപ്പൊ 20% എന്തായിട്ടുള്ളൂ റിയാക്ട് ചെയ്ത് പോയിട്ടുള്ളൂ. അപ്പൊ ബാക്കി എത്ര ഉണ്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 80% ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ 20% തീരാനെടുത്ത സമയമാണ് ചോദിച്ചിട്ടുള്ളത്. ഏജ് ഓഫ് ദി സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം T20 ഈസ് ഈക്വൽ ടു ഓക്കെ. ഇവിടെ ഒരു K കൊടുത്തോണ്ട് പിന്നെ ഇവിടെ K കൊടുക്കണ്ട കേട്ടോ. ഓക്കെ. അപ്പൊ T20 ഈസ് ഈക്വൽ ടു 2.3 by K. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 0.693 by എന്താ വരിക? T ഹാഫ് ആണ് വരിക. അപ്പോ 0.693 ഡിവൈഡഡ് ബൈ T ഹാഫ് തന്നിട്ടുണ്ട് എത്രയാ? 5730 ഇൻറ്റു ലോഗ് 100/80 അല്ലെ. 100/80 എന്ന് പറഞ്ഞാൽ 10/8 എന്ന് വരും. അപ്പൊ ആ 5730 മേലെ പോവും ഇൻറ്റു 0.693 സോറി 0.693 താഴെയല്ലേ വരിക ഇൻറ്റു 2.3 ബൈ 0.693 ഇൻറ്റു ലോഗ് 10/8 എന്ന് പറഞ്ഞാൽ ലോഗ് 10 മൈനസ് ലോഗ് 8 അല്ലേ വരിക. ലോഗ് 10 1 മൈനസ് ലോഗ് 8 എത്ര വരിക? 0.9. സോൾവ് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ 0.7 ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇത് 0.7 ആണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് 3 ടൈം അല്ലേ പോവുക, റൈറ്റ്? അപ്പൊ 5730 ഇൻറ്റു 3 എത്രയാണെന്ന് നോക്കുക. 5730 ഇൻറ്റു 3 അപ്പൊ 3 3 9 7 3 21 2 3 5 15 2 17 ഓൾമോസ്റ്റേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനതൊരു അപ്രോക്സിമേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റു 0.1 ഒക്കെ വരുമ്പോ നിങ്ങൾ അത് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ കറക്റ്റ്, ഞാനിപ്പോൾ ഇവിടെ വല്ലാതൊരു അപ്രോക്സിമേഷൻ ചെയ്ത് പോയിട്ടുണ്ട്. 2.303 ആണ് വരിക. അപ്പൊ നിങ്ങൾ ഇത് കറക്റ്റ് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ വാല്യൂ ഏകദേശം വരുന്നത് 1485 ഇയേഴ്സിലേക്കാണ് ഇതിന്റെ കറക്റ്റ് വാല്യൂ വരിക. നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായില്ലേ? T20 ആണ് ചോദിച്ചിട്ടുള്ളത്. 2.3 Kക്ക് പകരം എന്ത് കൊടുക്കാം? നമുക്കറിയാം T ഹാഫ് ഈസ് 0.693 by K ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. റേഡിയോ ആക്റ്റീവ് ഡീകേ ആണ്, ഫസ്റ്റ് ഓർഡർ ആണ്. Kക്ക് പകരം 0.693 by T ഹാഫ് കൊടുത്തു. T ഹാഫ് തന്നിട്ടുണ്ട്. ലോഗ് 80% ഇപ്പൊ ഉണ്ട് എന്നാ പറയുന്നത്. C14 എന്ന് പറഞ്ഞാൽ 20% തീർന്നിട്ടുള്ളൂ. ഇപ്പൊ 80% ബാക്കി ഉണ്ടെങ്കിൽ 100 ഇനീഷ്യലി, ഇപ്പൊ 80 ഉണ്ട്. സോൾവ് ചെയ്യാം. എനർജി ഡയഗ്രാം ഓഫ് റിയാക്ഷൻ P+Q R+S തന്നിട്ട് വാട്ട് ആർ A and B. എയും ബി എന്താന്നാ ചോദിച്ചത്. നോക്കൂ, ബി എന്താ നിങ്ങൾ പറ. ഇതല്ലേ, നോക്കൂ, ഇതാണ് എനർജി ഓഫ് റിയാക്ടന്റ്, ഇതാണ് എനർജി ഓഫ് പ്രൊഡക്റ്റ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എനർജി ഓഫ് റിയാക്ടന്റ് മൈനസ് എനർജി ഓഫ് പ്രൊഡക്റ്റ് അല്ലേ. അതിനല്ലേ നമ്മൾ എന്ത് എന്ന് വിളിക്കുക? എൻതാൽപ്പി എന്ന് വിളിക്കുക. സോ ബി ഈസ് എൻതാൽപ്പി ഓർ ഹീറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇനി എ എന്താണ്? നിങ്ങൾ പറഞ്ഞ എ റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്നു. ഈ റിയാക്ടന്റ് നേരിട്ട് പ്രൊഡക്റ്റ് ആവാൻ പറ്റില്ല. അവർക്ക് വേണ്ട അഡീഷണൽ എനർജി അല്ലേ ഇത്. അത് തന്നെയല്ലേ ഈ എ എന്ന് പറഞ്ഞാല്. ഞാനിവിടെ വരച്ചിട്ടാകെ മനസ്സിലാവണ്ടേ? ഇതാ നോക്കൂ, നിങ്ങൾക്ക് നോക്കാം. ഇവിടെ ഇത് തന്നെയല്ലേ എനർജി ഓഫ് ആക്ടിവേഷൻ. അത് തന്നെയല്ലേടാ എ എന്നാ ഞാൻ ചോദിച്ചത്. ശരിയല്ലേ? ഇത് രണ്ടും ഒന്നല്ലേ? സോ എ എന്ന് ഉദ്ദേശിച്ചത് ആര് തന്നെയാണ്? ആക്ടിവേഷൻ എനർജി തന്നെയാണ്. സോ നിങ്ങൾ പറ, അത് ഇപ്പുറത്ത് എഴുതിയത് കൊണ്ട് വ്യത്യാസമൊന്നുമില്ല. സോ എ ഈസ് ആക്ടിവേഷൻ എനർജി, ബി ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഓർ ഹീറ്റ് ഓഫ് റിയാക്ഷൻ. ഓപ്ഷൻ എ ആണ് വരിക. If hydrogen and oxygen are mixed and kept in the vessel at room temperature, ഹൈഡ്രജനെ ഓക്സിജനെ നമ്മൾ മിക്സ് ചെയ്തു, റൂം ടെമ്പറേച്ചറിൽ ഒരു പാത്രത്തിൽ അടച്ചു വെക്കുന്നു, റിയാക്ഷൻ നടക്കുന്നില്ല, വെള്ളം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്?
അപ്പം വെറുതെ ഹൈഡ്രജനെ ഓക്സിജനെയും വെച്ചു പാത്രത്തിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താവില്ല? റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ആരാവില്ല? വാട്ടർ ഫോം ചെയ്യില്ല. അത് ഫോം ചെയ്യണമെങ്കിൽ ഈ റിയാക്ടന്റുകൾക്ക് ക്രോസ് ചെയ്യേണ്ട എന്തുണ്ട്? ഒരു ബാരിയർ ഉണ്ട്. ആ ബാരിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആക്ടിവേഷൻ എനർജി. ഈ ബാരിയർ ക്രോസ് ചെയ്യുന്ന എല്ലാ റിയാക്ടന്റുകളും പ്രൊഡക്റ്റ് ആയി മാറുമോ? ഇല്ല. ഈ ബാരിയർ ക്രോസ് ചെയ്താലും അത് മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ, എന്തുകൂടിയുണ്ട്? ഈ റിയാക്ടന്റ് മോളിക്യൂളുകൾ പരസ്പരം കൊളൈഡ് ചെയ്യുന്നത് പ്രോപ്പർ കൊളീഷനിലായിരിക്കണം. ശരിയല്ലേ? അപ്പൊ പ്രോപ്പർ ഓറിയന്റേഷനിലായിരിക്കണം. പ്രോപ്പർ ഓറിയന്റേഷനിൽ ആക്ടിവേഷൻ എനർജി ക്രോസ് ചെയ്തു വരുന്ന റിയാക്ടന്റ് മോളിക്യൂളുകൾ എന്താണ്? ഹിറ്റ് ചെയ്താണ് അല്ലെങ്കിൽ കൊളൈഡ് ചെയ്താലാണ് എന്തുണ്ടാവുക? ഈ പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവുക. സോ എന്തുകൊണ്ടായിരിക്കാം ഇവിടെ വാട്ടർ ഉണ്ടാവാത്തത്? ആക്ടിവേഷൻ എനർജി ഫോർ ദ റിയാക്ഷൻ ഈസ് വെരി ഹൈ, മോളിക്യൂൾ ഹാവ് നോ പ്രോപ്പർ ഓറിയന്റേഷൻ, ഫ്രീക്വൻസി ഈസ് നോട്ട് ഹൈ, നോ കാറ്റലിസ്റ്റ്. അപ്പൊ ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ആക്ടിവേഷൻ എനർജി വളരെ കൂടുതലായിരിക്കാം. ആരുടെ? റിയാക്ഷൻ. അപ്പൊ മോളിക്യൂളുകൾക്ക് അത്രത്തോളം ആക്ടിവേഷൻ എനർജി ഉണ്ടാവില്ല. സോ റൈറ്റ് ആൻസർ നമുക്ക് എന്ത് കൊടുക്കാം? എ കൊടുക്കാം. ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ലീഡ് ടു ചേഞ്ച് ഇൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന നമ്മളുടെ റിയാക്ടന്റ് ബീക്കർ എടുക്കുക. ഇവിടേക്ക് നമ്മൾ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? വളരെയധികം കൂട്ടുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? റിയാക്ടന്റുകൾ പരസ്പരം കൊളൈഡ് ചെയ്യുന്നു, അല്ലെ? റിയാക്ടന്റ് പരസ്പരം കൊളൈഡ് ചെയ്യുന്നു. ആ കൊളീഷനെ നമ്മൾ ഒരു ടേം വെച്ച് റെപ്രസെന്റ് ചെയ്യും. എന്താണത്? കൊളീഷൻ ഫ്രീക്വൻസി. എന്താണ് കൊളീഷൻ ഫ്രീക്വൻസി? ഞാനൊരു യൂണിറ്റ് വോളിയം എടുക്കുകയാണ്. യൂണിറ്റ് വോളിയം അതായത് 1 സെന്റിമീറ്റർ ക്യൂബ് യൂണിറ്റ് വോളിയം എടുക്കുകയാണ്. ഈ യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് കൊളീഷനുകൾ റിയാക്ടന്റ് മോളിക്യൂളുകൾക്കിടയിൽ സംഭവിക്കുന്നോ ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? കൊളീഷൻ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഒരു യൂണിറ്റ് വോളിയത്തിൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന റിയാക്ടന്റുകളുടെ കൊളീഷന്റെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? കൊളീഷൻ ഫ്രീക്വൻസി. അതിനെ നമ്മൾ Z എന്നൊക്കെ വിളിക്കും. ZAB എന്നൊക്കെ നിങ്ങൾ പുസ്തകത്തിൽ കണ്ടിട്ടുണ്ടാവും. ശരിയല്ലേ? റൈറ്റ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ കൂടുതൽ റിയാക്ടന്റ് സ്പീഷീസിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നിറച്ച ആൾക്കാരാവും, ഒരുപാട് ആളുകൾ, അല്ലെ? ഒരുപാട് റിയാക്ടന്റുകൾ. അങ്ങനെ ഒരുപാട് റിയാക്ടന്റുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? യെസ്, റിയാക്ടന്റുകൾ പരസ്പരം എന്താകും? കൊളൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ നമ്പർ ഓഫ് കൊളീഷൻ കൂടിയാൽ എന്ത് കൂടാൻ സാധ്യതയുണ്ട്? പ്രൊഡക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത എന്താവും? കൂടുമെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് കൂടിയാൽ കൂടാനുള്ള ഒറ്റ ആളേ ഉള്ളൂ. അതാരാണ്? കൊളീഷൻ ഫ്രീക്വൻസി. അടുത്ത ചോദ്യം, റേറ്റ് ഓഫ് എ റിയാക്ഷൻ എ പ്ലസ് ബി പ്രൊഡക്റ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഫോളോസ് ഓൺ ദ ബേസിസ് ഓഫ് കൊളീഷൻ തിയറി. ഇതേ കിടക്കുന്നു. റേറ്റ് ഈസ് ഈക്വൽ ടു ZAB റേസ് ടു മൈനസ് CA/RT. റൈറ്റ്. വിച്ച് ഈസ് നോട്ട് കറക്റ്റ് ഫോർ എബവ് എക്സ്പ്രഷൻ. തെറ്റേതാണെന്നാണ് ചോദിച്ചത്. Z is collision frequency. നമ്മളിപ്പോൾ കണ്ടു കേട്ടു. It is equal to number of collision per second per unit volume of the reaction mixture. ശരി, ഇത് ശരിയാണ്. E raised to minus CA/RT. ഇതിനെയാണ് ബോൾട്സ്മാൻ ഫാക്ടർ എന്ന് വിളിക്കുക. എന്താണ് ഈ ബോൾട്സ്മാൻ ഫാക്ടറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങളൊരു ഗ്രാഫ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വിത്ത് സർട്ടൈൻ കൈനറ്റിക് എനർജി, അല്ലെ? യെസ്. ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ പോകുന്ന ഒരു ഗ്രാഫിൽ ഇത് പലതരം കൈനറ്റിക് എനർജി ഉള്ള ആളുകളാണ്. മേ ബി ഈ ഒരു കൈനറ്റിക് എനർജിക്ക് അപ്പുറം മാത്രമേ എന്താവുള്ളൂ എന്ന് ഞാൻ പറയുന്നു? പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നുള്ളൂ. ഈ കൈനറ്റിക് എനർജി ക്രോസ് ചെയ്യുന്ന ഈ കൈനറ്റിക് എനർജിയോ അതിന് കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള റിയാക്ടന്റുകൾ മാത്രമേ എന്തായി മാറുള്ളൂ? പ്രൊഡക്റ്റ് ആയി മാറുള്ളൂ എന്ന് ഞാൻ പറയാണ്. അപ്പോൾ ഈ പോയിന്റ് മുതൽ ഇവിടെ വരെയുള്ള ഈ ഫ്രാക്ഷൻ തന്നെയാണ് എന്ത് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഈ റേസ് ടു മൈനസ് CA/RT എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ എന്താണ് ഈ റേസ് ടു മൈനസ് CA/RT? ഇറ്റ് ഈസ് ബോൾട്സ്മാൻ ഫാക്ടർ. എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? ഇറ്റ് ഈസ് ദ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? ഈ പറയുന്ന ആക്ടിവേഷൻ എനർജി, അല്ലെ? അവർക്ക് എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇറ്റ് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വിത്ത് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ആക്ടിവേഷൻ എനർജി എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഇത് T°C T+10 വരുമ്പോൾ ഗ്രാഫ് ഒന്ന് ബ്രോഡ് ആവും. ബ്രോഡായിട്ട് ഗ്രാഫ് ഇങ്ങനെ വരും. ശരിയല്ലേ? അപ്പൊ എന്ത് സംഭവിച്ചു? ഈ പറയുന്ന അപ്പൊ നോക്കൂ, ഇത് T+10 ഞാൻ പറയുന്നത്. ഈ രണ്ടാമത്തെ ഗ്രാഫ് ഇതാ, ഇത് T+10 അപ്പൊ T+10 ഞാൻ ടെമ്പറേച്ചർ കൂട്ടിയപ്പോ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ നോക്കൂ. ഈ ആക്ടിവേഷൻ എനർജി ക്രോസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം, ഈ ഫ്രാക്ഷന്റെ എണ്ണം എന്തായി? ഫ്രാക്ഷൻ ഓഫ് റിയാക്ടന്റ് മോളിക്യൂളിന്റെ എണ്ണം കുറവായി. അപ്പൊ ഇതായിരുന്നു ടോട്ടൽ ഫ്രാക്ഷന്. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഉണ്ടായിരുന്ന കുറെ പേര് അപ്പുറത്തേക്ക് എത്തി. അതോടുകൂടി ഈ വരയ്ക്ക് മുന്നേയുള്ള കർവ് കുറയുകയും വരയ്ക്ക് ശേഷമുള്ള ഈ കർവ് എന്താവുകയും ചെയ്തു? കുറച്ച് മേലേക്ക് പോവുകയും ചെയ്തു.
number of reactant molecule on temperature increasing, what happened? Molecule having അല്ലെങ്കിൽ fraction of molecule having activation energy, ആക്ടിവേഷൻ എനർജിയുടെ താഴെയുള്ള ഈ പീക്കിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും? അതൊന്ന് താഴ്ന്നു. ഇപ്പുറത്ത് എന്ത് സംഭവിച്ചു? അതൊന്ന് ഉയർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ അർത്ഥമൊന്നുമില്ല, ടെമ്പറേച്ചർ കൂടിയാൽ പ്രൊഡക്റ്റ് കൂടുമെന്നർത്ഥം. ശരി, EA is activation energy ready. All molecule which collide with one other are effective collision. അത് തെറ്റാണ്. There should be minimum kinetic energy, proper orientation. അത്തരം ആളുകൾക്ക് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ? പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 35. For a certain reaction, a large fraction of molecule has energy more than threshold energy. നോക്കൂ, ഒരു certain reaction, അവിടെ ഒരുപാട് fraction of moleculeകൾക്ക് ത്രെഷോൾഡ് എനർജിയേക്കാൾ, അതായത് ആക്ടിവേഷൻ എനർജിയേക്കാൾ എനർജി ഉള്ള ഒരുപാട് ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂളുകൾ ഉണ്ട്. വെരി ഗുഡ്. അപ്പൊ എന്ത് സംഭവിക്കും? ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവും. നിർഭാഗ്യവശാൽ സ്റ്റിൽ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് വെരി സ്ലോ. നിർഭാഗ്യവശാൽ എന്തില്ല, അവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ വളരെ പതുക്കെയാണ്. എന്തായിരിക്കാം പോസിബിൾ റീസൺ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് പേർക്ക് ആ പറയുന്ന ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി ബാരിയർ ക്രോസ് ചെയ്ത് എത്തിയിട്ടും അവർ പ്രൊഡക്റ്റ് ആയിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവർ തമ്മിലുള്ള കൊളീഷൻ എന്താവില്ല? പ്രോപ്പർ ഓറിയന്റേഷനിലാവില്ല. സോ കൊളൈഡിങ് മോളിക്യൂൾ മസ്റ്റ് നോട്ട് ബി പ്രോപ്പർലി ഓറിയന്റഡ് ഫോർ എഫക്റ്റീവ് കൊളീഷൻ. ഇതായിരിക്കാം റീസൺ. ഓപ്ഷൻ ബി നമുക്ക് എടുക്കാം. Given below is the concentration versus time plot for a dissociation reaction. A gives NB. നിങ്ങൾക്ക് ചോദ്യത്തിന്റെ ആൻസർ ഒക്കെ കിട്ടുന്നുണ്ടോ? റൈറ്റ്, നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ടൊക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്നതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സ്വയം ചെയ്യണം. നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യുക, നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക. കിട്ടുന്നില്ലെങ്കിൽ വീഡിയോ റെസ്യൂം ചെയ്യുക. ആ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക. കാര്യങ്ങളൊക്കെ കൂടുതൽ ക്ലിയർ ആവുന്നു എന്ന് വിശ്വസിക്കുകയാണ്. വരൂ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Given below is the concentration versus time plot for dissociation of reaction. A gives എന്ത് എന്നാ പറയുന്നത്? NB എന്നാണ് തന്നിരിക്കുന്നത്. A gives NB based on data of initial phase of reaction, initially 10 മിനിറ്റ്, വാല്യൂ ഓഫ് n. അപ്പൊ ആദ്യത്തെ 10 മിനിറ്റിൽ ഈ n-ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ 10 മിനിറ്റിലാണ്. അപ്പൊ നമുക്ക് 10 മിനിറ്റ് ടൈം തന്നിട്ടുണ്ട്. ഗ്രാഫ് നോക്കൂ, ദേ കോൺസെൻട്രേഷൻ, ദ ടൈം. ആദ്യത്തെ 10 മിനിറ്റത്തെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ആവറേജ് റേറ്റ് എടുക്കുക അല്ലെ, ഒരു സർട്ടൻ ഇന്റർവെൽ ഓഫ് ടൈമിലാണ്. അപ്പൊ എങ്ങനെയാ നമ്മൾ ആവറേജ് റേറ്റ് പറയുക? വിത്ത് റെസ്പെക്ട് ടു എ മൈനസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ബിയുടെ കോഎഫിഷ്യന്റ് n ആയതുകൊണ്ട് 1/n. പോസിറ്റീവ് ആണ് കാരണം പ്രൊഡക്റ്റ് ആണ്. ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് ബി ബൈ ഡെൽറ്റ ടി. ഇനി നോക്കാം, മൈനസ് ഓഫ് 10 മിനിറ്റിലാണ്, ആദ്യത്തെ 10 മിനിറ്റ് 0. അപ്പൊ ഇത് നിങ്ങൾ നോക്കുക, ഇതിൽ ഏതാണ് റിയാക്റ്റന്റ് ഏതാണ് പ്രൊഡക്റ്റ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായാൽ വളരെ നല്ലതാണ്. ഇതാ, അത് ചോദ്യത്തിൽ തന്നിട്ടില്ലേ, ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അസ്യൂം ചെയ്യാം ഈ കുറഞ്ഞു വരുന്നതാണ് റിയാക്റ്റന്റ്, കൂടി വരുന്നതാണ് പ്രൊഡക്റ്റ്. റിയാക്ഷനിൽ പ്രൊഡക്റ്റുകൾ കൂടി വരും, റിയാക്റ്റന്റുകൾ കുറഞ്ഞു വരും, അങ്ങനെയല്ലേ വരിക? അപ്പൊ കൂടി വരുന്നത് റിയാക്റ്റന്റ്, കുറഞ്ഞു വരുന്നത് റിയാക്റ്റന്റ് എ, കൂടി വരുന്നത് പ്രൊഡക്റ്റ് ബി. അപ്പോ വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റന്റ് ഞാൻ ആദ്യം സംസാരിക്കുകയാണ്. 0 മിനിറ്റിൽ റിയാക്റ്റന്റ് എത്രയുണ്ട്? 0.05. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റിൽ ഒന്ന് വാല്യൂ നോക്കിയതാ, ഇവിടെ അല്ലേ പോയി ഹിറ്റ് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ നോക്കിയേ 0.04. അപ്പൊ ഫൈനൽ കോൺസെൻട്രേഷൻ 0.04, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റന്റ് 0.05, ടൈം 10 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു ഡെൽറ്റ ബി ആണ്. ശ്രദ്ധിക്കണേ, പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ഇനീഷ്യലി 0 ആണ്. 10 മിനിറ്റ് കഴിയുമ്പം പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നോക്കിയേ, 0.03 അല്ലെ? പ്രൊഡക്റ്റിന്റെ കർവിൽ എവിടെയാണ് 10 മിനിറ്റ് കഴിയുമ്പോൾ ടച്ച് ചെയ്യുന്നത്? അതാണ് 0.03. അപ്പൊ നോക്കൂ, 0.03 മൈനസ് 0 ഹോൾ ഡിവൈഡഡ് ബൈ 10 അല്ലെ? ടൈം സെയിം ആണ്. അപ്പൊ ടൈം വെട്ടിക്കളഞ്ഞു. ഇനി ഇവിടെ എത്രയാണ് വരിക? 0.01 ആണ് വരിക. ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു 0.03. നമുക്ക് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. സോ ആൻസർ എന്താ വരിക? ഓപ്ഷൻ 1 ആണ് നമുക്ക് എന്ത് വരിക? ആൻസർ വരിക. മനസ്സിലായി എന്ന് വിചാരിക്കാം. റൈറ്റ്, അടുത്തൊരു ചോദ്യം. ഒബ്സർവ് ദ ഗിവൺ ഗ്രാഫ് കെയർഫുള്ളി. വിച്ച് ഓഫ് ദ ഗിവൺ ഓർഡേഴ്സ് ആർ ഷോൺ ബൈ ഗ്രാഫ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ നിങ്ങൾ നോക്കി, ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുക, ഇവിടെ LNR വേഴ്സസ് ടി ആണ് വരുന്നത്. LNR വേഴ്സസ് ടി ആണ് വരുന്നത്. സ്ലോപ്പ് നോക്കൂ, K ഈസ് ഈക്വൽ ടു മൈനസ് സ്ലോപ്പ്, അതായത് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എന്നതാണ്.
അപ്പോൾ നിങ്ങൾക്ക് LNR വേഴ്സസ് ടി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയേണ്ടതാണ് അല്ലേ. ഇത് സത്യത്തിൽ ഇവിടെ ഹിറ്റ് ചെയ്യേ ഗ്രാഫിക്കിൽ ടെക്നിക്കൽ എറർ വന്നത്. LNR0 ആണ് ഇവിടുത്തെ എന്ത് വരുന്നത്, ഇന്റർസെപ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ എന്താണ്, നമ്മളുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വരുന്നത് പറ. LNR ഈസ് ഈക്വൽ ടു മൈനസ് KT പ്ലസ് LNR0. ഇതല്ലേ വൈ ആക്സിസിൽ, ടൈം അല്ലേ എക്സ് ആക്സിസിൽ. അപ്പോൾ ഇതല്ലേ സ്ലോപ്പ്, ഇതല്ലേ ഇന്റർസെപ്റ്റ്. നിങ്ങൾ നോക്കി, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ, വിച്ച് മീൻസ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു മൈനസ് കെ. നമുക്ക് എന്ത് എന്ന് എഴുതാം, കെ ഈസ് ഈക്വൽ ടു എന്ത് എന്ന് കൊടുക്കാം, മൈനസ് സ്ലോപ്പ് എന്ന് കൊടുക്കാം. അതല്ലേ അവർ കൊടുത്തിട്ടുള്ളത്. സോ ഇത് ആരുടെ ഗ്രാഫാണ്, ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫാണ് നമുക്ക് പറയാം, y ഈക്വൽ ടു mx പ്ലസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതും എന്താണ്, ഇതും ടൈം തന്നെയാണ്. ഇത് സ്ലോപ്പ് ഇവിടെ കറക്റ്റ് തന്നിട്ടില്ല, എന്നാലും നമുക്ക് ഇത് പറയാം. log R0/R വേഴ്സസ് ടി സ്ട്രെയിറ്റ് ലൈൻ ആവുന്നത് ഏത് ഓർഡറിനാണ്. നമുക്കറിയാം log R0/R അത് നമ്മൾ സോൾവ് ചെയ്താൽ വരിക എന്തായിരുന്നു വരിക, ഓർമ്മയുണ്ടാവും. K/2.303 ഇൻറ്റു ടി എന്നാണ് വരിക അല്ലെ. പോസിറ്റീവ് സ്ലോപ്പാണ് വന്നിരിക്കുന്നത്, പോസിറ്റീവ് സ്ലോപ്പാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കുക, ഇതാണ് y, നോക്കൂ ഇത് തന്നെയാണ് y, ഇത് തന്നെയാണ് എക്സ്. അപ്പോൾ ലോഗ് R0/R വൈയിൽ കൊടുത്തു, ടൈം എക്സിൽ കൊടുത്തു. ഇത് പോസിറ്റീവ് ആണ് ഇവര്. റീഅറേഞ്ചിങ്ങിന് ശേഷമൊക്കെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് അത് സോൾവ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് നിങ്ങൾ LN-ലുള്ളതിന് നിങ്ങൾ ബേസ് ടു 10 മാത്തമാറ്റിക്കൽ കൺവേർഷൻ നടത്തിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണിത്. ഒക്കെ ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് സ്ലോപ്പ് ആണ് വരിക. സ്ലോപ്പ് എത്ര വരിക, K/2.303 ആണ് വരിക അല്ലെ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം, ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ when log R0/R versus T was plotted, slope was found to be something so and so and find rate constant എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K/2.303 ആണ് അവർ സംതിങ് തന്നിട്ടുള്ളത്. അപ്പൊ 2.303 വെച്ച് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, റേറ്റ് കോൺസ്റ്റന്റ് K കിട്ടും. മനസ്സിലായില്ലേ. സോ രണ്ടും ഫസ്റ്റ് ഓർഡർ ആണ് ഗ്രാഫ്. സോ റൈറ്റ് ആൻസർ എന്താ വരിക, ഓപ്ഷൻ സി ആണ് വരിക. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 10 മിനിറ്റ്. ഹാഫ് ലൈഫ് തന്നിട്ടുണ്ട്, ടി ഹാഫ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, 10 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് റിയാക്ഷൻ വിൽ ബി കംപ്ലീറ്റഡ് ഇൻ 100 മിനിറ്റ്. അപ്പം ആലോചിച്ച് നോക്കൂ, നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഞാൻ ഇതിന്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞുതരാം. 10 മിനിറ്റ് ആണ് ടി ഹാഫ്. 100 മിനിറ്റ് കഴിഞ്ഞാൽ എത്ര ശതമാനം റിയാക്ട് ചെയ്യും? 100 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടി ഹാഫ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു, 10 മിനിറ്റ് ആണ് ഒരു ടി ഹാഫ്. അപ്പൊ 100 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടി ഹാഫ്? 10 ടി ഹാഫ് അല്ലേ, അതായത് 10 × 10 100. അപ്പൊ 10 ടി ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് ഇത് എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം അത് എന്തിന് ഈക്വലാ, T99.9 99.9% തീരാൻ എടുക്കുന്ന സമയം. അത് എന്തിന് ഈക്വൽ ആണ്, 10 ടി ഹാഫിന് ഈക്വൽ ആണ്. 10 ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 10 × 10 100 മിനിറ്റ് ആണ്. അപ്പൊ 100 മിനിറ്റ് കഴിയുമ്പോൾ 99.9% റിയാക്ഷനും അവസാനിക്കും. ഓക്കെ, അടുത്തൊരു ചോദ്യം 39. നമ്മളുടെ ചോദ്യങ്ങൾ ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. കമ്പയർ EA ഫോർ BCD. ഓക്കെ, അവർ എ മിസ്സാക്കിയിട്ടുണ്ട് അല്ലെ, എയും കൂടി ഉണ്ട്, BCDA. അപ്പൊ നിങ്ങൾ നോക്കി ഇത് ഏതാണ്. ഓക്കെ, ഇവിടെ y ആക്സിസ് x ആക്സിസ് മിസ്സിംഗ് ആണ്. log K 1/t ആണ് വരുന്നത്. ഓക്കെ, ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. log K വേഴ്സസ് 1/t ആണ്. നമുക്കറിയാം ഇക്വേഷൻ log K is equal to minus EA/2.303R into 1/t plus log A. ഇതല്ലേ ലോഗരിതമിക് ഇക്വേഷൻ ഫോർ അരീനിയസ് അല്ലെ. അരീനിയസിന്റെ ഇക്വേഷൻ ഫോർ ഇൻ ടേംസ് ഓഫ് ലോഗരിതമിക് ഫോം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ log K വേഴ്സസ് 1/t. അവർ ആക്ടിവേഷൻ എനർജിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം ഇത് y ആണ്, ഈ 1/t x ആണ്. ഇതാണ് എന്ത് വന്നിരിക്കുന്നത്, -EA/2.303R ആണ് എന്ത് വന്നിരിക്കുന്നത്, സ്ലോപ്പ്. ഇത് ഇന്റർസെപ്റ്റ് സി. അപ്പൊ അവര് സംസാരിച്ചതും ആരെ കുറിച്ചാണ്, ഈ എ കുറിച്ചാണ്. എല്ലാ സ്ലോപ്പും നെഗറ്റീവ്, അതായത് കുത്തനെ താഴത്തേക്കാണ് വരിക അല്ലെ, എല്ലാം താഴത്തേക്കാണ് വരിക. ദാറ്റ് ഈസ് അതെന്താ വരുന്നത്, നെഗറ്റീവ് സ്ലോപ്പ് ആണ് വരുന്നത്. ഇനി നിങ്ങൾ പറയാ ഇവിടെ ആക്ടിവേഷൻ എനർജി മാഗ്നിറ്റ്യൂഡ് ആർക്കായിരിക്കും കൂടുതൽ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതെങ്ങനെയാ ചിന്തിക്കുക, ഏറ്റവും സ്ലോപ്പ് കൂടുതൽ ആർക്കാണ് എന്നല്ലേ അർത്ഥം. ആക്ടിവേഷൻ എനർജി കൂടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെരിവ് കൂടുക എന്നർത്ഥം. സ്ലോപ്പ് ആണെന്ത് -EA/2.3R എന്ന് പറഞ്ഞാൽ.
അപ്പൊ ഇവിടെ എന്താ അവര് ചോദിച്ചത്? ഈ എയുടെ ഓർഡർ ആണ് ചോദിച്ചത്. അപ്പൊ ഈ എ ആർക്കാണ് കൂടുതൽ? ചെരിവ് ആർക്കാണോ കൂടുതൽ അവർക്കാണ് എന്ത് കൂടുക? ഈ എ കൂടുക. മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ മതി, ചെരിവ് നോക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിന് ചെരിവുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഇരിക്കുന്ന പാർട്ടിക്കിളിന് ചെരിവുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് എന്ത് കൂടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക? ചെരിവ് കൂടുന്നു മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെ ഇരിക്കുന്ന പാർട്ടിക്കിളിന് ചെരിവില്ല. ഇത് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് അതിന്റെ ചെരിവ് എന്താവും? കൂടും. നമുക്കറിയാം ചെരിവ് ഈസ് സ്ലോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ്. ഓക്കെ, സോ നിങ്ങൾ നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ അതിന്റെ സ്ലോപ്പ് 0 ആണ്. ഇനി അത് നിവർന്ന് വരുന്നതിനനുസരിച്ച് അതിന്റെ സ്ലോപ്പ് എന്താവും? കൂടി കൂടി വരും. അപ്പൊ മാക്സിമം നേരെ നിൽക്കുന്നത് ഏതാണെന്ന് നോക്കുക. മാക്സിമം നേരെ, ഇതിനായിരിക്കും ഏറ്റവും സ്ലോപ്പ് കുറവ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, ശരിയല്ലേ? ഏറ്റവും മാക്സിമം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ കുത്തനെ മാക്സിമം നിൽക്കുന്ന ആർക്കാണോ അവർക്കാണ് ചെരിവ് നല്ല കൂടുതൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ആർക്കാണ്? ബിക്കാണ് വരിക, അല്ലെ? അതിനല്ലേ ഏകദേശം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്, പെർപെൻഡിക്കുലർ, ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത്. അവർക്കായിരിക്കും എന്ത് വരിക? ചെരിവ് ഏറ്റവും കൂടുതൽ വരിക. അപ്പൊ ഇ ബിക്ക് ചെരിവ് ഏറ്റവും കൂടുതൽ വരുന്ന ഭാഗ്യവശാൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. മനസ്സിലായോ? ചോദ്യങ്ങൾ വരുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലായോ? പല രീതിയിൽ നമ്മളോട് എന്ത് ചോദിക്കാം? ചോദ്യങ്ങൾ ചോദിക്കാം. റൈറ്റ്, നമുക്ക് ഈ ഒരു ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. At 518 degrees Celsius, rate of decomposition of sample of gaseous acetaldehyde initially at a pressure of 363 torr was 1 torr per second inverse. നോക്കൂ, എന്താ തന്നത്? റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ, റേറ്റ് ആണ് തന്നത്. ഇക്വേഷൻ ഒന്നുമില്ല. gaseous acetaldehyde initially at a pressure 363 torr was 1 torr per second inverse. അപ്പൊ നമുക്ക് ആദ്യം മുഴുവൻ ഇതൊന്ന് വായിച്ചു നോക്കാം. 1 torr second inverse when 5% had reacted and 0.5 torr second inverse when 33% had reacted. Order of reaction. ശരി. അപ്പൊ നമുക്ക് സാധാരണ സിംപ്ലി റേറ്റ് നമ്മൾ എഴുതില്ല. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് എ റേസ് ടു എൻ എന്ന് നമുക്ക് കൊടുക്കാം. എ ആണ് റിയാക്ടന്റ് എന്ന് നമുക്ക് വിചാരിക്കാം. അസിറ്റാൽഡിഹൈഡിനെ എ എന്ന് ഞാൻ വിളിക്കുന്നത് പ്രൊഡക്റ്റ് ആവണം. എനിക്ക് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഓർഡർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് ഫ്രേസിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കും. എന്താണ് ആ ഫ്രേസ്? റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് സാമ്പിൾ ഓഫ് gaseous acetaldehyde ഇനീഷ്യലി അറ്റ് എ പ്രഷർ 363 torr. ഇതിലൊന്നും എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതില്ല. വാസ് 1 torr second inverse. റൈറ്റ്, എനിക്ക് കിട്ടി. നിങ്ങൾ പറ, റേറ്റിന് പകരം ഞാൻ എന്ത് കൊടുക്കും? 1 എന്ന് കൊടുക്കും. കെക്ക് പകരം എനിക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ഇൻറ്റു, അവിടെ കിടക്കട്ടെ, ഇൻറ്റു നിങ്ങൾ പറയണേ, was 1 torr when 5% had reacted. ശ്രദ്ധിക്കുക. അപ്പോ കോൺസെൻട്രേഷൻ അറ്റ് എ പ്രഷർ നോക്കൂ. റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് സാമ്പിൾ ഓഫ് gaseous acetaldehyde ഇനീഷ്യൽ പ്രഷർ ഓഫ് gaseous acetaldehyde 363 ആണ്. ഇനീഷ്യലി 363 ആണ് കോൺസെൻട്രേഷൻ. അതിന്റെ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ 1 torr per second ആണ്. എപ്പോ? 5% റിയാക്ടന്റ് റിയാക്ട് ചെയ്തപ്പോ. അപ്പോ 1 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇപ്പൊ കോൺസെൻട്രേഷൻ എത്രയുള്ളത്? 5% റിയാക്ട് ചെയ്ത് പോയാൽ ബാക്കിയുള്ളത് 95%. എന്തിന്റെ 95%? ഇനീഷ്യലിന്റെ 95%. ഇനീഷ്യൽ പ്രഷർ എന്താ? 363. അപ്പൊ 363യുടെ 95/100 റേസ് ടു n എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ദിസ് ഈസ് മൈ ഇക്വേഷൻ 1. അടുത്തത് ആൻഡ് 0.5 torr second inverse. അടുത്ത കേസ് ആണ് 0.5 ആയി റേറ്റ് when 33% had reacted. അപ്പൊ k ഇൻറ്റു 33% റിയാക്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ എത്ര ബാക്കിയുണ്ട്? 363ന്റെ 33 റിയാക്ട് ചെയ്താൽ ബാക്കി എത്രയുണ്ടാവുക? 67% ഉണ്ടാവും. 67/100 ഹോൾ റേസ് ടു n എന്ന് ഞാൻ കൊടുത്തു. മനസ്സിലായോ? അപ്പൊ നോക്കൂ, റൈറ്റ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? 1/2 ചെയ്യാം. ആൻസറിലേക്ക് എത്തി. ഇതാ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1/0.5 is equal to റൈറ്റ് ഹാൻഡ് സൈഡ് k ഇൻറ്റു 365 ഇൻറ്റു 95/100 ഹോൾ റേസ് ടു n ബൈ k ഇൻറ്റു 363 ആണ് മേലെ. 363 ഇൻറ്റു എത്രയാ? 67/100 എന്ന് വരും റേസ് ടു n. നമുക്ക് കെയും ക്യാൻസൽ ചെയ്യാം. 0.5 ഇൻറ്റു 2 ആണ് 1 വരിക. ഇനി നമുക്ക് ഇത് പവർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? 363 ക്യാൻസൽ ചെയ്യാം, 100ഉം ക്യാൻസൽ ചെയ്യാം.
ഇത്രയും ഞാൻ ക്യാൻസൽ ചെയ്തു. ഇത്രയും ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി നമുക്ക് മറ്റൊരു സ്ലൈഡ് എടുക്കാം. ഇവിടെ സ്ഥലമില്ല. അപ്പം ഞാൻ എഴുതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഈസ് ഈക്വൽ ടു എന്താ വന്നത്, ബാക്കിയുള്ളത് 95 67 അല്ലേ ഉള്ളൂ. 95/67 ഹോൾ റേസ് ടു n. ഇത് നിങ്ങൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 1.41 റേസ് ടു n എന്ന് കിട്ടും. എന്താ 1.41? റൈറ്റ്, 1.41 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, √2 ആണ്. അപ്പൊ 2 ഈസ് ഈക്വൽ ടു √2 റേസ് ടു n. 2നെ എനിക്ക് എങ്ങനെ എഴുതാം, √2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? ആൻസറിലേക്ക് എത്തി. √2 ഹോൾ സ്ക്വയർ ഈസ് √2 റേസ് ടു n, വിച്ച് ഇംപ്ലൈസ് n എന്ത് എന്ന് നമുക്ക് എഴുതാൻ പറ്റും, 2 എന്ന് എഴുതാൻ പറ്റും. സോ നമ്മളുടെ ആൻസർ എന്താ വരിക, ഓപ്ഷൻ എ ആണ് വരിക. സോ ദാറ്റ് ഈസ് അവർ ആൻസർ. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത് കോൺസെൻട്രേഷൻ എഴുതുമ്പോഴാണ് ആദ്യം 5% റിയാക്ട് ചെയ്തു, അപ്പൊ ഇനീഷ്യലിന്റെ 95% ഇപ്പോൾ ഉള്ളത്. പിന്നെ 33% റിയാക്ട് ചെയ്തു, അപ്പൊ ഇനീഷ്യലിന്റെ 67% ബാക്കി. നമ്മൾ സോൾവ് ചെയ്തു, നമുക്ക് എന്ത് കിട്ടി, ആൻസർ 2 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത്രയുമായിരുന്നു കെമിക്കൽ കൈനറ്റിക്സിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് ഈ സെഷൻ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പഠനം ഗംഭീരമായിട്ട് തുടരട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നിറവേറ്റാൻ പറ്റട്ടെ. വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ ക്ലാസ്സസുമായിട്ട് ഫ്യൂച്ചർ പവേർഡ് ബൈ ഗൂഗിളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക, നോട്ട് എഴുതിയെടുക്കുക, ചോദ്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതുവരെ നമുക്ക് അടുത്ത ക്ലാസ് വരെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം, വീണ്ടും തുടർന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ഓൾ ദ വെരി ബെസ്റ്റ്.